ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക. ജില്ലാ ഘടകങ്ങളിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പട്ടിക അന്തിമമാക്കും. പൊന്നാനിയിൽ വി വസീഫ്, അബ്ദുള്ള നവാസ് എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ആർ ഷീജിത്തും ഒപ്പം തന്നെ അഷ്കർ അലിയും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ആർ ഷീജിത്തിലേക്ക്. ഷീജിത്ത്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങിക്കാണും. നികേഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയും സെക്രട്ടറി അംഗങ്ങളായ മന്ത്രിമാരും ക്യാബിനറ്റ് യോഗത്തിലാണ്. ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് അവർ വന്നാൽ മാത്രമേ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുകയുള്ളൂ, അതിന്റെ പൂർണ്ണതോതിൽ ആരംഭിക്കുകയുള്ളൂ. ക്യാബിനറ്റ് യോഗം തുടരുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് യോഗം പൂർണ്ണമായി തുടങ്ങാൻ അല്പം വൈകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം യോഗത്തിനായി നേരത്തെ എത്തിയിട്ടുണ്ട്. മറ്റ് സെക്രട്ടറി അംഗങ്ങളും എത്തിയിട്ടുണ്ട്. ഈ സെക്രട്ടറി യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ഒരു അന്തിമ ധാരണ രൂപപ്പെടുക. ഇപ്പോൾ 3 മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ് ഒരു ഒറ്റപ്പേരിലേക്ക് വരാത്ത പ്രശ്നമുള്ളത്. എറണാകുളം, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളാണ്. ചാലക്കുടിയുടെ കാര്യത്തിലും നേരിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ട്. BD ദേവസി, സാജു പോൾ എന്നിവരുടെ പേരുകളാണ് അവിടെ അവസാന വട്ടമുള്ളത്. എന്നാൽ ഇതിൽ ആര് വേണമെന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം കൂടിയായിരിക്കും ഇവിടുത്തെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക. എറണാകുളത്ത് പാർട്ടി സ്ഥാനാർത്ഥി വേണോ അതോ പൊതുസ്വതന്ത്രനായ ആളുകളെ വേണോ എന്ന കാര്യത്തിലാണ് ഒരു അന്തിമ തീർപ്പാവാനുള്ളത്. പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നോർത്ത് പറവൂരിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളിയുടെ പേരാണ് ഏറ്റവും സജീവമായി പരിഗണനയിലുള്ളത്. മലപ്പുറത്ത് അബ്ദുള്ള നവാസിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നു. അതോടൊപ്പം പൊന്നാനിയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഫ്സലിനടക്കമുള്ള പേരുകൾ ഇപ്പോൾ പുതുതായി പറഞ്ഞു കേൾക്കുന്ന പേരുകളുണ്ട്. ഒപ്പം തന്നെ വി വസീഫിന്റെയും പേരുണ്ട്. അഫ്സൽ അടക്കമുള്ളവരുടെ പേരുകളും സജീവമായി പരിഗണിക്കുന്നു. ഈ കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഒരു തീരുമാനമെടുക്കുക. 3 ജില്ലാ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. ഒപ്പം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ, MLAയും ജനപ്രിയ നേതാവുമായ KK ശൈലജ എന്നിവരുടെ എല്ലാം അടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടത് സെക്രട്ടേറിയറ്റിലാണ്. ഈ നിർദ്ദേശമായിരിക്കും പിന്നീട് 3 മണിക്ക് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പൂർണ്ണ തീരുമാനത്തിലേക്ക് വരിക. ഷീജിത്ത്, 3 മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ് പൂർണ്ണമായ ആശയക്കുഴപ്പമുള്ളതായി നമുക്ക് കരുതാനാവുക. 1 മലപ്പുറം, 2 പൊന്നാനി, 3 എറണാകുളം. അതെ, എറണാകുളത്ത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വേണോ അതോ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ വേണോ എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണ തീർപ്പായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിലും പൊതുസമ്മതനാണെങ്കിലും ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി അംഗമായ P രാജീവ് ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടറി മുമ്പാകെ അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് ഈ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരുന്നുണ്ട്. മറ്റു മന്ത്രിമാരും വരികയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ഈ എറണാകുളത്തിന്റെ കാര്യത്തിലും ഒപ്പം തന്നെ പൊന്നാനി, മലപ്പുറം കാര്യത്തിലും സംസ്ഥാന നേതൃത്വത്തിന് അന്തിമ തീരുമാനം അതാത് ജില്ലാ ഘടകങ്ങൾ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ചർച്ചയും തീരുമാനവുമായിരിക്കും ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ഷീജിത്താണ് AKG സെന്ററിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ എത്തിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 3 മണ്ഡലങ്ങളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. എറണാകുളം, മലപ്പുറം, പൊന്നാനി, ഒപ്പം തന്നെ ചാലക്കുടി അടക്കമുള്ള മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല. 1-ലധികം പേരുകളുണ്ട് എന്നാണ് ഷീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.